ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ റുട്ടീനാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ വിവാഹത്തിന് മുന്നുണ്ടെങ്കിൽ, അല്ല വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് മാത്രമല്ല, നമുക്കൊന്ന് സെറ്റ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്കിൻ ബ്രൈറ്റനിങ്, ഗ്ലോയിങ്, അതുപോലെ ഫേസിന് വേണ്ടിയിട്ട്, ബോഡിക്ക് വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാം കൂടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു വിവാഹത്തിന് ഒരുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹത്തിന് ഒരുങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോ അപ്പ് ആക്കാൻ പറ്റും നമ്മുടെ ഫേസും ബോഡിയൊക്കെ കൂടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കണത് നമ്മുടെ ഫേസിന് തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ഫേസ് നോക്കുമ്പോൾ നമുക്ക് ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആവണം, അതുപോലെ എന്തെങ്കിലുമൊക്കെ മാർക്കുകൾ ഉണ്ടെങ്കിൽ മാറണം, അതുപോലെ പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് പെടുക. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാറുക, ടാൻ ഉണ്ടെങ്കിൽ മാറിയ. അപ്പം നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും എന്നും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം നമുക്ക് 2 മാസം 1 മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് നല്ലോണം റിസൾട്ട് കിട്ടണ ഒരു ഫേസ് പാക്ക് വേണം. അപ്പൊ ഞാനതാണ് കാണിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ക്രീം ആട്ടോ നമ്മൾ കാണുന്നത്, ഫേസ് ക്രീം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പറയുന്ന കാര്യം തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും കുങ്കുമപ്പൂ വേണം കേട്ടോ. അല്ലാത്തവർക്കാണെങ്കിൽ, തീരെ പറ്റാത്തവർക്കാണെങ്കിൽ മഞ്ഞൾ എടുക്കാം കേട്ടോ, ഒരു നുള്ള്. അതിലേക്ക് പാലാണ് വേണ്ടത്. തിളപ്പിക്കാത്ത പച്ചപ്പാല് വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ പാൽ അലർജി ഉള്ളവര് നിങ്ങൾ ഇതിലേക്ക് നോർമൽ എന്താ പറയാ വെള്ളം എടുത്താൽ മതി, അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, കുഴപ്പമില്ല. നല്ല പ്യൂർ ആയിട്ടുള്ള റോസ് വാട്ടർ. ഞാനിവിടെ 2 സ്പൂണാണ് പാൽ എടുത്തിരിക്കണേ. പാലിലാട്ട് ചെയ്യുമ്പോഴാട്ടോ അതിൽ കൂടുതൽ ഫേസ് മാസ്ക് ആണ്, അതായത് ഇട്ടിട്ട് ഒരു 20-25 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് കഴുകി കളയേണ്ട ടൈപ്പ്. ക്രീമായിട്ട് യൂസ് ചെയ്യരുത്, കാരണം ഇത് നമ്മുടെ ഫേസിലിരുന്ന പാലൊക്കെയാണ്. അപ്പൊ പോഴ്സിലിരുന്ന് ക്ലോഗ് ആയി പ്രശ്നമാവും, കുരു വരും. അപ്പൊ നമുക്കിതൊരു ഫേസ് പാക്ക് മാതിരി യൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 2 ടീസ്പൂൺ പാലിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം, ഒരു അര അല്ലെങ്കിൽ 1 മണിക്കൂർ അതിനെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിന് കളർ മാറും. അപ്പൊ മഞ്ഞളാണെങ്കിൽ ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും. നിങ്ങളിപ്പോ ഇതിന് വരെ മഞ്ഞൾ എടുക്കണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഞാനിതിലേക്ക് നമ്മുടെ ഒരു ക്രീം ടെക്സ്ചർ, ആ ഒരു ബേസിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അലോവേര നല്ലതുമാണ്. ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ആയിട്ട് അത് ഫേസിൽ ഇടുമ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര കാമാവും, ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവും. അത് ഇട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ അലോവേര ജെല്ല് തന്നെ വേണം ആ ഒരു ടെക്സ്ചർ കിട്ടാൻ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ എടുത്തോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ അലോവേര ജെല്ല് എടുത്തിരിക്കണേ. അതെന്ന് വെച്ചാല് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എടുക്കാൻ എളുപ്പം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുത്തത്. നിങ്ങൾക്കിപ്പോ എന്താ പറയാ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലത്തെ അലോവേര പൊട്ടിച്ച് അതിന്റെ ജെല്ലെടുത്ത് മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഇതുമാതിരി കൺസിസ്റ്റൻസി ആവും. പാലുണ്ടെന്ന് തന്നെ തോന്നില്ല കേട്ടോ. നല്ലൊരു അടിപൊളി ക്രീമായിട്ട് നമുക്കിത് കിട്ടുക. ഫ്രിഡ്ജിൽ നമുക്കൊരു 20-25 ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് എന്നും ഇടാം. കാരണം ഇത് ഭയങ്കര എന്താ പറയാ മിൽക്ക് സോഫ്റ്റ്, അതായത് അത്രയും സോഫ്റ്റ് ആണ്. ഇങ്ങനെ ഒരു വെള്ളം ഫേസിൽ ഇടുന്നു അങ്ങനെ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫേസിനെ അങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുകയോ ഫേസിന്റെ, അതായത് സ്കിന്നിന്റെ ലെയറിനെ നമ്മൾ ഭയങ്കരമായി സ്ക്രബ് ചെയ്ത് ഹാർഷ് ആയിട്ടുള്ള അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കുമ്പോൾ നമ്മൾ ഫേസിലൊക്കെ എണ്ണ ഇടാറില്ല. എണ്ണയൊക്കെ ഇടണം. അത് എണ്ണയല്ല കേട്ടോ, ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇടാൻ പറ്റും. ആ ഒരു പ്രതീതിയാണ്. നമുക്ക് ഫേസ് കുറച്ചും കൂടി ഒരു മഞ്ഞപ്പ് മാതിരി ഇരിക്കും. മഞ്ഞപ്പ് മീൻസ് ആ ഒരു കുങ്കുമപ്പൂവിന്റെ മഞ്ഞ കളർ ഉണ്ടല്ലേ ക്രീമിന്റെ, ആ ഒരു കളർ കുറച്ചു നേരം ഇടുക. അതേ ഉണങ്ങി ഒരു 25 മിനിറ്റ് ഇട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഗ്ലോ മാതിരി നമുക്ക് തോന്നും. അത്രേ ഉള്ളൂ. നമ്മൾ നോർമലായിട്ട് കഴുകി ഇപ്പൊ കുളിക്കാൻ പോകണമെങ്കിൽ കുളിച്ച് അങ്ങനെ വരിക. പ്രത്യേകിച്ച് സോപ്പ് ഒന്നും ഇട്ട് കഴുകണ്ട കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പോഴ്സിലൊക്കെ ഇരുന്ന് പ്രോബ്ലം ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അല്ലാത്തവർക്ക് ഇത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇത് തോന്നണില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഫേസ് നല്ലോണം ക്ലിയർ ആവും, നല്ല ബ്രൈറ്റ് ആവും, നല്ല ഗ്ലാസ് ഗ്ലോ ഫിനിഷ് കിട്ടും, നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആവും കേട്ടോ. ഫേസ് നല്ല നീറ്റ് ആവുകയും ചെയ്യും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ബ്രൈഡ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തൊക്കെ പുറമേക്ക് ചെയ്താലും ഇൻടേക്ക് എടുക്കുന്ന കാര്യങ്ങൾ, നമുക്കിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ജങ്ക് ഫുഡും വെള്ളം കുടിക്കാണ്ടിരിക്കുക, തീരെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാണ്ടിരിക്കുക, ഒന്നും ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ലേ. ചെയ്യണേണ്ടൊന്നും നമുക്ക് ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും. നമ്മൾ സ്കിൻ കെയർ നന്നായി ചെയ്താലും നമ്മുടെ ഫേസിൽ നിറയെ ഓയിലി ആയിരിക്കും, പിമ്പിൾസ് വരും, അതുപോലെ ബ്രേക്ക്ഔട്ട്സും
അതുപോലെ നമുക്ക് പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഉണ്ടെങ്കിൽ തന്നെ മാറില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻടേക്ക് എടുക്കുന്ന കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ്, അതായത് പോർഷൻ കൺട്രോൾ ആയിട്ട് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് കൊണ്ടുപോകുക. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക, അതായത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അതിൽ പെടുന്നതാണ് ഈ ABC ജ്യൂസ്. ഇത് നമുക്ക് ഡെയിലി എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇപ്പോൾ നമ്മൾ വണ്ണുള്ള ഒരാളാണ്, നമ്മൾ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണെങ്കിൽ ഇത് നമുക്ക് വണ്ണം ആ ഒരു എന്താ പറയുക വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഈ ABC ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റും. അതായത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഇനി നമുക്ക് വണ്ണം കുറയൊന്നും വേണ്ട, നമുക്കൊരു സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റനിങ് ഗ്ലോയിങ് ആവുക, ഫേസിലത്തെ ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക, നമുക്കൊരു മൊത്തത്തിൽ ഡീറ്റോക്സ് കിട്ടുക, അങ്ങനെയുള്ളതിനൊക്കെ അതിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നത് നിലാസെർബ്സിൻ്റെ ABC പൗഡർ ആട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിൾ ഈ മൂന്നും എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി വെടുപ്പാക്കി വൃത്തിയാക്കി നമ്മൾ അതിനെ ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫൈബർ അടക്കം കുടിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. വെറുതെ ജ്യൂസ് കുടിച്ചിട്ട് കാര്യമില്ല, ഫൈബർ ഉണ്ടല്ലോ, അതായത് ആ ഒരു അരച്ച് അങ്ങനെ തന്നെ കുടിക്കുക. അപ്പം അങ്ങനെ പറ്റാത്തവർക്കും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാത്തവർക്കും ഇതേ അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫൈബർ അടക്കം 0 ആഡഡ് ഷുഗർ ആയിട്ട് നമ്മൾ നിലാസെർബ്സിൻ്റെ ABC പൗഡർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അത് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ കാലത്ത് വെറുമയറ്റിൽ കുടിക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈവനിങ് നമ്മുടെ ഡിന്നർ കഴിഞ്ഞിട്ടാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോൾ കുടിക്കണേ അങ്ങനെയും കുടിക്കാം. ഞാനിപ്പോൾ കുടിക്കണതെന്ന് പറഞ്ഞാൽ എനിക്ക് കാലത്ത് എണീറ്റിട്ട് കുടിക്കണതാണ് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാലത്ത് കുടിക്കും. ഇനിയിപ്പോൾ നേരമൊന്നും ഇല്ല, നമ്മൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ള പണികളാകുമ്പോൾ ചിലപ്പോൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഈവനിങ്ങോ അങ്ങനെയൊക്കെ കുടിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതും നമുക്ക് വളരെ നല്ലതാട്ടോ നമ്മുടെ ഈ ഒരു ബ്രൈഡൽ എന്താ പറയുക പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ റുട്ടീനിൽ. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡീനെയാണ്. ബോഡിക്ക് നമുക്കൊരു എന്താ പറയുക ടാനും കാര്യങ്ങളുണ്ട്. ബോഡിയൊക്കെ ഒന്നും ബ്രൈറ്റനിങ് ചെയ്യണം ഫുൾ ബോഡി എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു നെക്കിന് താഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്കൊന്ന് ഗ്ലോ അപ്പ് ആവണം, ഒന്ന് ബ്രൈറ്റനിങ് വരണം, ടാനൊക്കെ മാറി കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നല്ലൊരു സ്കിൻ കെയർ ഓയിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ നിലാസെർബ്സിൽ 2 ഓയിലുണ്ട്. ഒന്ന് നമ്മുടെ സ്കിൻ കെയർ ഓയിലും ഒന്ന് നമ്മുടെ ഓറഞ്ച് പീൽ ഓയിലും. അപ്പോൾ ഈ ഓറഞ്ച് പീൽ ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റം വരുന്നതാണ് ഓറഞ്ച് ഓയിൽ. കാരണം ഇത് നമ്മുടെ ടാൻ മാറി നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോയും ബ്രൈറ്റനിങ് കിട്ടും. അപ്പോൾ സ്കിൻ കെയർ ഓയിൽ അതായത് നിലാസെർബ്സിൻ്റെ എന്താ പറയുക ആ ഒരു ബെസ്റ്റ് ഓയിലാണ് സ്കിൻ കെയർ ഓയിൽ. ആ പറയാൻ കാരണം അതിൽ ഒരുപാട് ആയുർവേദ ഹെർബ്സ് ഉണ്ട്. നമ്മൾ പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പതുക്കെ സ്ലോലി നമുക്ക് ആ റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക കുറച്ച് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച സ്റ്റോപ്പൊക്കെ ചെയ്താൽ ഈ ടാനും കാര്യങ്ങളും വീണ്ടും നമുക്ക് വരും. നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ നമ്മൾ സ്കിൻ കെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴത്തെ കാര്യം അതാണ് വ്യത്യാസം. നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ എന്നും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ബോഡി നല്ലോണം ബ്രൈറ്റനിങ് ഗ്ലോയിങ്, അതുപോലെ തന്നെ എന്തെങ്കിലും മാർക്സും കാര്യം ഉണ്ടെങ്കിൽ മാറും, നല്ലോണം ഹൈഡ്രേഷൻ ആവും. അതുപോലെ ഒരുപാട് ആയുർവേദ ഹെർബ്സ് ഉള്ള കാരണം അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക്. അപ്പോൾ ഞാൻ ഈ ഒരു കുറച്ച് ദിവസം ഉള്ളോ നമുക്ക് വിവാഹത്തിന് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഓറഞ്ച് ഓയിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്കൊരു 1 മന്ത് ഉണ്ട് അല്ലെങ്കിൽ ഒരു 2 മന്ത് 3 മന്ത് ഒക്കെ ഉണ്ടെങ്കിൽ സ്കിൻ കെയർ ഓയിൽ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ആൽമണ്ട് ഓയിൽ മതി, ആൽമണ്ട് ഓയിൽ ആണെങ്കിലും നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. നല്ല ഗ്ലോയിങ് ആവും, മോയ്സ്ചറൈസോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ആൽമണ്ട് ഓയിൽ നമ്മുടെ റിങ്കിൾസിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നത്തെ കാര്യമാണ് നല്ലൊരു മോയ്സ്ചറൈസർ. നമ്മളിങ്ങനെ എണ്ണയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ എണ്ണയിട്ട് കുളിക്കുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആഴ്ചയിൽ 2-3 തവണയെങ്കിലും നല്ലൊരു ബാത്ത് പൗഡർ അതായത് ബോഡി വാഷ് പൗഡർ യൂസ് ചെയ്യുക. നിലാസെർബ്സിൻ്റെ ആണെങ്കിൽ അതേവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് മേടിക്കാം. അല്ല നിങ്ങൾക്ക് എന്താ പറയുക വീട്ടിലുണ്ടാക്കണ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബാത്ത് പൗഡറിനൊക്കെ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. അല്ലെങ്കിൽ പരമാവധി നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും നല്ലൊരു ബാത്ത് പൗഡർ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ നിലാസെർബ്സിൻ്റെ ഷവർ ജെൽ ഉണ്ട്, അത് നമുക്ക് നല്ലതാണ്. എണ്ണ കംപ്ലീറ്റ് പോവാണ്ട് നല്ലൊരു ഹൈഡ്രേഷൻ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ബോഡീനെ എന്താ പറയുക ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നത്തെ കാര്യം നമ്മൾ കുളി കഴിഞ്ഞാലും അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോഴും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് നിർബന്ധമാണ്. നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ചെറിയ നനവൊന്ന് ഡാബ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മൾ ബാക്കി നമ്മുടെ സ്കിൻ എന്താ പറയുക ഡ്രസ്സൊക്കെ മാറുക. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തും പ്രത്യേകിച്ച് നമ്മുടെ കൈയും കാലും
നെക്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല. കൈയും കാലും നമ്മുടെ ഈ പോർഷനൊക്കെ ഈ പോർഷൻ അവിടെയൊക്കെ നമ്മൾ ഈ മോയ്സ്ചറൈസർ മസ്റ്റ് ആയിട്ട് ഇടുക. നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമാണ് ഉണ്ടാവുക. എസ്പെഷ്യലി ഇപ്പോൾ മഞ്ഞുകാലൊക്കെയാണ്, നിങ്ങൾക്ക് ഈ സീസണിലും നിങ്ങൾക്ക് ഇത് നല്ലതാട്ടോ. ഇത് വന്നിട്ട് നിലാസെറപ്സിൻ്റെ നമ്മുടെ ആൽമണ്ട് മോയ്സ്ചറൈസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ആൽമണ്ട് നമ്മുടെ ബോഡീനെ നന്നായിട്ട് ഹൈഡ്രേഷൻ ചെയ്യും. വിറ്റമിൻ ഇ റിച്ച് ആണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കൈയിൻ്റെ ഈ പോർഷനിൽ കാലിൻ്റെ ആ ഒരു പാദത്തിനവിടെയൊക്കെ നമുക്കൊരു ചുളിവ് വരും. അതിനൊക്കെ ഒരുപാട് പ്രിവെന്റ് ചെയ്യുന്നതാണ്. വരുന്നതിന് മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. വിറ്റമിൻ ഇ റിച്ച് ആയതുകൊണ്ടും നമ്മുടെ റിങ്കിൾസ് നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാനും ഈ ഒരു നിലാസെറപ്സിൻ്റെ ആൽമണ്ട് മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോഴത് വളരെ ഈസിയാണ്. ഇതെങ്ങനെ ജസ്റ്റ് നമ്മൾ കുളി കഴിയുമ്പോൾ കുറച്ചെടുക്കുക. കണ്ടില്ലേ, ഇത് നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതായതുമാതിരി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് വിടാം. പക്ഷെ നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു നല്ല ഡിഫറൻസ് മനസ്സിലാവുക. നല്ലോണം ഹൈഡ്രേഷൻ ഉണ്ടാവും. പിന്നെ നമുക്കൊരു ഏജ് ആകുമ്പോൾ വരുന്ന ചുളിവുകളൊക്കെ ഒരു പരിധി വരെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അധികം വലിയ പ്രായമൊന്നുമില്ലെങ്കിലും കൈയും കാലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ കെയർ ചെയ്യാണ്ട് തന്നെ ചുളിയെന്തായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ടൈമില്ലാണ്ടൊക്കെ ശ്രദ്ധിക്കാണ്ടൊക്കെ. അപ്പം അങ്ങനെ വരുന്നതൊക്കെ ഒരു പരിധി വരെ നന്നായിട്ട് മാറ്റിയെടുക്കും. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ പ്ലംഡായിട്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ്. അപ്പം എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിന് പകരം ഞാൻ ഈ പറയുന്ന റുട്ടീൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി എന്താ പറയുക, നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോകാൻ മസ്റ്റായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിലിരുന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനും താല്പര്യമുള്ളവരാണ്, നിങ്ങൾക്ക് വേറെ നേരമൊന്നുമില്ല ജിമ്മിൽ പോകാന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് 1 മണിക്കൂറൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കുറഞ്ഞത് 1 മണിക്കൂർ. പറ്റുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകാൻ മടി പിടിച്ചേക്ക് ഇരിക്കുന്നവരാണെങ്കിൽ എന്തായാലും പോവുക ടൈം ഉണ്ടെങ്കിൽ. ഞാനൊക്കെ ടൈം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലായപ്പോണ്ടല്ലോ, ഇന്നെന്തേ എനിക്ക് നേരത്തെ തോന്നിയില്ല എന്ന് തോന്നിയിട്ടോ. അത്രയും നല്ല എന്താ പറയുക, ബോഡിക്ക് ഭയങ്കര ഷേപ്പ് ആവുന്നുണ്ട്. നമ്മൾ വീട്ടിലിരുന്നപ്പോൾ ഞാൻ വെയിറ്റ് കുറച്ചെങ്കിലും എനിക്ക് ബോഡിക്ക് കുറച്ച് ഷേപ്പ് കുറവും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നല്ല രീതിക്ക് തന്നെ ആവുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും ഒരു മാജിക്കാണ്. പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോവാണ്ടിരുന്ന് എനിക്ക് എന്തോ ഒരു നഷ്ടപ്പെട്ട മാതിരി ഞാൻ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ്. നമ്മുടെ എന്താ പറയുക, സ്കിന്നിൻ്റെ ഇഷ്യൂസ് അനുസരിച്ച്, അതായത് നമുക്കിപ്പോൾ ഓയിലി സ്കിന്നാണ്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്ന സ്കിന്നാണ്, അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസിനനുസരിച്ചിട്ട് നമ്മുടെ ഏജിനനുസരിച്ചിട്ടുള്ള ആ ഒരു സ്കിൻ കെയർ, മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും നമ്മൾ പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിൽ തന്നെ നമ്മുടെ ഇഷ്യൂസിനനുസരിച്ചിട്ടുള്ള മോർണിംഗ് സ്കിൻ കെയർ, നൈറ്റ് സ്കിൻ കെയർ ചെയ്യുക. സ്പെഷ്യലി അവസാനം പറയുന്നത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് ചെയ്യുക. നല്ലോണം വെയിൽ കൊള്ളുന്നവരാണെങ്കിൽ ബോഡിയിലും കൂടി മസ്റ്റായിട്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഫേസിലേക്ക് ഒരു എന്താ പറയുക സൺസ്ക്രീൻ വേണം ബോഡിക്ക്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളുന്ന ആളാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ നമ്മുടെ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ബോഡി സൺസ്ക്രീനൊക്കെ എന്തായാലും നമ്മൾ ഒരെണ്ണം മേടിക്കാൻ നല്ലത് നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഫേസ് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് നിലാസെറപ്സിൻ്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ്. അടിപൊളി സാധനം. SPF 50 ആണ്. നല്ല രീതിക്ക് തന്നെ പ്രൊട്ടക്ഷനും നമുക്ക് അതെന്താണോ സൺസ്ക്രീൻ നമുക്ക് എന്താണോ തരേണ്ടത് അത് തരും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഹെർബലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമായി എന്ന് വിചാരിക്കുന്നത്തെ വീഡിയോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വ്യത്യാസം വരും. ഇനി ഇതിന് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താ പറയുക ഡെർമറ്റോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇതിന് വേണ്ടിയിട്ടുള്ള ഇരിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അതായത് ഇങ്ങനെ നമുക്ക് ഒരു 3 months 4 months കൊണ്ട് നമുക്ക് ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ക്ലിനിക്കുകളുണ്ട്. അവിടെ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഗ്ലോ, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ വേറെ വിഭാഗമുണ്ട്. അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ്. അങ്ങനെ പറ്റാത്തവർക്കാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. നമ്മുടെ നിലാസെറപ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ബൈ.